everyone, welcome to Success Academy's YouTube channel. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2021 ജനുവരി 4-ാം തീയതി ചോദിച്ചിട്ടുള്ള RRB NTPC ടയർ 1 എക്സാമിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഡേയിൽ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ കാണാം. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേം നോക്കുക. 3√2 + 2 × 3√2 - 2. ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നത്? x + y × x - y അല്ലേ? x + y × x - y. x + y × x - y എന്താണ്? x² - y² ആണ്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ആഡ് ചെയ്ത് സബ്ട്രാക്റ്റ് ഒക്കെ ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? x² - y² ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഇതാണ് x, ഇതാണ് y. അപ്പോൾ 3√2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ × √2ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ എത്ര വന്നു? 18 - 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഇത് എത്രയായി? 14 ആയി. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് ടേം കിട്ടി 14. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? 14 ഓഫ് 13 + 15. അപ്പോൾ ഇതിൽ ഓഫും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പോൾ ആർക്കാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്? പ്രയോറിറ്റി കൂടുതൽ ആർക്കാ? ബോഡ്മാസ് റൂൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ O ആണ് ഈ പറയുന്ന ഓഫ്, എ അഡീഷൻ. അപ്പോൾ അഡീഷനേക്കാൾ മുന്നെയാണ് ഓഫ് വരുന്നത്. അപ്പോൾ ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? ഓഫിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ആദ്യം 14 ഓഫ് 13. 14 ഓഫ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 × 13 എന്നാണ്. 14 × 13 എത്രയാണ്? 182 + 15. അപ്പോൾ എത്ര വരും? 197. ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, x + 1/x 9 ആണെങ്കിൽ x² + 1/x² എത്രയാണ്? നമ്മളിത് സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്നതാണ് ഓൾജിബ്രയിൽ. x + 1/x k ആണെങ്കിൽ x² + 1/x²ൻ്റെ വാല്യൂ എത്രയായിരിക്കും? k² - 2. ഇവിടെ kയുടെ വാല്യൂ 9 ആണ്. 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81. 81 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 79. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടുത്തത് x² y² + 1/x² y² 83 ആണെങ്കിൽ xy - 1/xy ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ ഈ xy - 1/xyൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം. xy - 1/xy ദ ഹോൾ സ്ക്വയർ, അതായത് a - b ദ ഹോൾ സ്ക്വയർ. a - b ദ ഹോൾ സ്ക്വയർ എന്താ വരിക? a² + b² - 2ab. ഇവിടെ എക്കും ബിക്കും പകരം xyയും അതിൻ്റെ റെസിപ്രോക്കലും വന്നു എന്നുള്ളൂ. അപ്പോൾ സ്ക്വയർ എടുക്കാൻ നേരത്ത് xy ദ ഹോൾ സ്ക്വയർ + 1/xy ദ ഹോൾ സ്ക്വയർ - 2 × a bക്ക് പകരം xy × 1/xy. അപ്പോൾ xyയും xyയും കട്ടായിപ്പോയി. ഇതെന്ത് വന്നു? x² y² + 1/x² y² - 2. ഇനി തന്നിരിക്കുന്ന ഇക്വേഷനും നമ്മളിപ്പോൾ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷനും കമ്പയർ ചെയ്യാം. അപ്പോൾ എന്താ? x² y² + 1/x² y². അത് തന്നെയല്ലേ ഇത്? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 83 ആണ് തന്നിട്ടുണ്ട്. -2 ചെയ്തു. അപ്പോൾ എത്ര വന്നു? 81 ആയി. അപ്പോൾ xy - 1/xy ദ ഹോൾ സ്ക്വയർ ആണ് 81. അങ്ങനെയാണെങ്കിൽ xy - 1/xy കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ 81ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 9 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 9. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇനി വരാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന വാല്യൂ ഒന്ന് 2 കുറയ്ക്കുക. ഈ 2 എങ്ങനെ വന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? നമുക്ക് 2ab xyയും അതിൻ്റെ റെസിപ്രോക്കലായതുകൊണ്ട് ആ 2ഉം 2ഉം കട്ടായിപ്പോയി. ഒരു 2 മാത്രമാണ് റിമൈനിങ് ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് -2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് -2 ചെയ്യുക. ഇവിടെ 81 ആയി. 81ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 9 ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് √3n = 729, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. അതായത് റൂട്ടിൻ്റെ അകത്താണ് 3n. ഇതിൻ്റെ വാല്യൂ ആണ് 729. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കളയണം. സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സൈഡിൽ സ്ക്വയർ ചെയ്യാം. അപ്പോൾ 3n = 729ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 729 × 729. 729 എന്താ? കണ്ടുപരിചയമുള്ള നമ്പർ അല്ലേ? ഇത് എന്തിൻ്റെ സ്ക്വയറാണ്? 27ൻ്റെ സ്ക്വയറാണ് 729. അപ്പോൾ ഇതിനെ 27² × 27². അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 27² × 27² എന്ന് പറയുമ്പോൾ 27
4 എന്ന് എഴുതാം ഇല്ലേ? ഓക്കെ, അപ്പോൾ 3n എത്രയായി? 27 എന്നായി. ഇനി നമുക്ക് ഈ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ബേസ് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ 27 നമ്മൾ എന്തിൻ്റെ ടേമിലേക്ക് എഴുതണം? 3ൻ്റെ ടേമിലേക്ക് എഴുതണം. അപ്പോൾ രണ്ടുപേരുടെ ബേസ് ഈക്വൽ ആയിരിക്കും. ബേസ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 27 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ 3ൻ്റെ ടേമിലേക്കൊക്കെ എഴുതാം? 3 ക്യൂബ് അല്ലെങ്കിൽ 3 അല്ലേ 27. അപ്പോൾ 3 പുറത്തൊരു 4ഉം കൂടി ഉണ്ട്. ഇതാണ് എന്ത്? 27 എന്ന് പറയുന്നത്. അപ്പോൾ 3n is equal to 3 പുറത്തൊരു 4. അപ്പോൾ ഇങ്ങനെ വന്ന് എന്ത് ചെയ്യണം? 3ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയായി? n is equal to 12. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. PQRS is a cyclic trapezium where PQ is parallel to RS and PQ is diameter. If angle QPR equal to 40 degree, then the angle PSR equal to. PQRS എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ട്രപ്പീസിയമാണ്. നമ്മളെപ്പോഴാണ് സൈക്ലിക് ട്രപ്പീസിയം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്? ആ പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വശങ്ങളും സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിലാണ് അതിന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് ഫിഗർ വരിക. സർക്കിൾ അതിൻ്റെ ട്രപ്പീസിയത്തിൻ്റെ 4 സൈഡും ഈ പറയുന്ന സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് PQ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇതിന് P എന്നും Q എന്നും പേരെടുത്തു. PQRS. ഇനി തന്നിരിക്കുന്നത് QPR എത്രയാണ്? 40 ഡിഗ്രി ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്കിളിൻ്റെ 1-2 പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ A എന്ന് എടുത്തു, ഈ ആംഗിൾ B ആണെങ്കിൽ A+B എന്തായിരിക്കണം? 180 ആയിരിക്കണം. അതേപോലെ സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ആംഗിൾ, അതായത് നമ്മളിപ്പോൾ ഇത് ഡയമീറ്റർ, ഇതിങ്ങനെ ടച്ച് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് സൈക്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായി? ഇത് 90 ഡിഗ്രി ആയി. ഇനി PRQ ഇതെന്തായി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയല്ലോ. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരിക? ഇത് 50 ഡിഗ്രി വരും. ചോദിച്ചേക്കുന്ന ആംഗിൾ ഏതാ? PSR. ഈ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. നമ്മളെന്താ പറഞ്ഞത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരണം? 180 മൈനസ് 50 ഈക്വൽ ടു 130. അപ്പോൾ എന്ത് വന്നു? 130 + 50 180 വന്നു. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ 130 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ദ HCF ഓഫ് 2 numbers is 6 and their LCM is 84. If one of this number is 42, then the second number is. 2 സംഖ്യകളുടെ LCMഉം HCFഉം തന്നിട്ടുണ്ട്. 84ഉം 6ഉം ആണ്. അതിൽ ഒരു നമ്പർ 42 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയാണ്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 numbers equal to product of their LCM and HCF. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതുള്ളൂ. ഒരു നമ്പർ തന്നിട്ടുണ്ട് 42. തരാത്ത നമ്പർ നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ LCMൻ്റെയും HCFൻ്റെയും പ്രൊഡക്റ്റ് എത്ര? 6 × 24. കട്ട് ചെയ്ത് കളയുമ്പോൾ 7 വന്നു. 7 × 12 ആണ് 84. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി? 12. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. When a smaller number divides a larger number, we get a quotient 6 and a remainder of 5. Find the smaller number if the difference between the two numbers is 1540. 2 സംഖ്യകളുടെ ഡിഫറൻസ് 1540. കൂട്ടത്തിൽ വലിയ സംഖ്യേനെ ചെറിയ സംഖ്യ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോഷ്യൻ്റ് ആയിട്ട് എത്ര കിട്ടും? 6ഉം കിട്ടും, റിമൈൻഡർ 5ഉം കിട്ടും. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സംഖ്യയാണ് വലുതെന്ന് വിചാരിക്കുക. അപ്പോൾ എനെ ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റ് ആയിട്ട് 6ഉം കിട്ടി, റിമൈൻഡർ ആയിട്ട് എത്ര കിട്ടി? 5ഉം കിട്ടി. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു 6 × ബി, അതായത് കോഷ്യൻ്റ് × ബി, കൂടെ ആരും കൂടി ഉണ്ട്? റിമൈൻഡർ 5ഉം കൂടി ഉണ്ട്. അപ്പോൾ A - 6B =
5 ആയി. അതേപോലെ അവർ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്താ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 1540 ആണ്. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 1540. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് കൂട്ടത്തിൽ ചെറിയ നമ്പറിനെ കാണാനല്ലേ, അതായത് ബീനെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എ ക്യാൻസൽ ചെയ്യണം. എ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ, ഇതിപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടും കുറച്ചാൽ പോരെ. എ മൈനസ് എ 0 ആയി. -6b മൈനസ് ഓഫ് മൈനസ് ബി ഈക്വൽ ടു 5 മൈനസ് 1540. ഇത് എത്ര വരും, മൈനസ് മൈനസും പ്ലസ് ആകും. അപ്പോൾ -5b ഈക്വൽ ടു -1535. അപ്പോൾ ബി എത്രയായി, മൈനസ് മൈനസും കട്ടായിപ്പോയി. ബി ഈസ് ഈക്വൽ ടു 1535 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 307. 307 ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. ഒരു ആദ്യം ഡിഫറൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതൊരു ഇക്വേഷനാക്കി എടുത്തു. പിന്നെ കോഷ്യൻറ്റും റിമൈൻഡറൊക്കെ തന്നത് വെച്ചിട്ട് അടുത്ത ഇക്വേഷനാക്കി രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്തു. അടുത്തത് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ 5 ആണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 2 ടാൻ സ്ക്വയർ 60. ഇത്രയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു 5, ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുക. സ്ക്വയർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇവിടെ എങ്ങനെ വരും, എ സ്ക്വയർ ഇവിടെ ടാൻ ആണ്, അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ ഈക്വൽ ടു 25. ഇവിടെ സ്ക്വയർ എടുത്താൽ ആ സൈഡിലും സ്ക്വയർ എടുക്കുക, അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടി. ഇനിയോ ഈ 2 ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എത്ര വരും, കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/tan തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ, അതായത് ടാൻ തീറ്റ ബൈ 1/tan തീറ്റ എന്ന് പറയുന്നത് എന്തായി, 1 ആയി. അപ്പോൾ ഈ ടേം ഇവിടുന്ന് പോയി, ഇത് ഇത്രയും 1 ആയി, പിന്നെ ബാക്കി ആരും ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 25. ഈ പ്ലസ് ഇവിടെ 2 മാത്രമേ ഉള്ളൂ, ഇത്രയും ഭാഗം എന്തായിപ്പോയി, 1 ആയിപ്പോയി. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഉണ്ടെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് 23 എന്ന് കിട്ടി. ചോദിച്ചിരിക്കുന്ന ഇക്വേഷനിൽ ടാൻ സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എത്ര കിട്ടി, ടാൻ സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ 23 കിട്ടി. ഓക്കെ, അപ്പോൾ 23 പ്ലസ് ഇനി അടുത്തത് ആരും ഉള്ളത് 2 ടാൻ സ്ക്വയർ 60. ടാൻ 60യുടെ വാല്യൂ എത്രയാണ്, ടാൻ 60 √3 ആണ്. √3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആയി. അപ്പോൾ 23 പ്ലസ് 2 ഇൻറ്റു 3, അതായത് 23 പ്ലസ് 6 29. ഓപ്ഷൻ എ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരീഷ് ആൻഡ് ബിമൽ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 20 days. ദേ വർക്ക് at it for 15 days and then Bimal left. The remaining work was done by Harish alone in 10 days. Harish alone can complete the entire task in. ഹരീഷും ബിമലും കൂടി ഒരു വർക്ക് ഒന്നിച്ചോ ചെയ്യുകയാണെങ്കിൽ 20 ദിവസം വേണ്ടി വരും. ഇവർ ഒന്നിച്ച് 15 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം ബിമൽ ലെഫ്റ്റ് ആയിപ്പോയി. റിമൈനിങ് വർക്ക് ഹരീഷ് ഒറ്റയ്ക്കാണ് ചെയ്തത് 10 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഹരീഷിന് ഒറ്റയ്ക്ക് ഇത് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണ്ടി വരും. നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുക. ആരുടെയൊക്കെയാണ്, ഹരീഷും ബിമലും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ 20. ഇത് നമ്പർ ഓഫ് ഡേയ്സ്. ഇനി ടോട്ടൽ വർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ 20 തന്നെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 20 ഇൻറ്റു 15 കൺസിഡർ ചെയ്യാം. നമുക്ക് എങ്ങനെയല്ലേ കൺസിഡർ ചെയ്യാം, 20 തന്നെ എടുക്കാമെന്ന് കരുതാം. ടോട്ടൽ വർക്ക് 20 തന്നെ എടുത്തു. അങ്ങനെയെങ്കിൽ ഒരു എഫിഷ്യൻസി എത്ര വരിക, 1 വരും. ആരുടെയൊക്കെയാണ്, രണ്ടുപേരുടെയും കൂട്ടുള്ള എഫിഷ്യൻസിയാണ് 1. നമ്മൾ വേറെ ടോട്ടൽ വർക്ക് വേറെ നമ്പറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, അതനുസരിച്ച് എഫിഷ്യൻസി മാറുമെന്നുള്ളൂ. ഫൈനൽ ആൻസർ സെയിം തന്നെയായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി 1 കിട്ടി. ഈ എഫിഷ്യൻസി വെച്ചിട്ട് രണ്ടുപേരും കൂടി 15 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര വർക്കായി, വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം. അപ്പോൾ 1 ഇൻറ്റു 15 ഈക്വൽ ടു 15 കഴിഞ്ഞു. ഇനി റിമൈനിങ് വർക്ക് എത്രയുണ്ട്, റിമൈനിങ് വർക്ക് 20 ആയിരുന്നു ടോട്ടൽ. അതിൽ 15 പോയി കഴിഞ്ഞാൽ ബാക്കി 5 ഉണ്ട്. ഇത് ആരാ ചെയ്യുന്നത്, ഹരീഷാണ് ചെയ്യുന്നത് 10 ദിവസം കൊണ്ട് അല്ലേ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഹരീഷ് ഇതിൽ നിന്ന് കാണാമല്ലോ. എഫിഷ്യൻസി ഓഫ് ഹരീഷ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് എന്ന് പറയുന്നത് 5 ആണ്, 10 ദിവസം കൊണ്ടാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ എഫിഷ്യൻസി എത്രയായി 1/2 ആയി അല്ലേ. അപ്പോൾ ഹരീഷിൻ്റെ മാത്രമായിട്ടുള്ള എഫിഷ്യൻസി കിട്ടി 1/2. ചോദിച്ചേക്കുന്നത് ഹരീഷ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം വേണം. എങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് കാണാം. നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് 20 ആണ്, എഫിഷ്യൻസി 1/2 ആണ്. അപ്പോൾ 1/2 മുകളിലേക്ക് പോയി എത്ര വന്നു 40 ഡേയ്സ്. ഓപ്ഷൻ എ. ക്ലിയർ ആയല്ലോ. നമ്മൾ ഡേയ്സ് ടോട്ടൽ വർക്ക് 20 തന്നെ കൺസിഡർ ചെയ്തു. അപ്പം എഫിഷ്യൻസി 1 കിട്ടി. 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 × 15 ടോട്ടൽ 15 വർക്ക് കഴിഞ്ഞു. റിമൈനിങ് 5 വർക്കാണ്. 5 വർക്ക് ഹരീഷ് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 5/10 എന്ന് പറയുന്നത് 1/2 എന്ത് കിട്ടി ഹരീഷിൻ്റെ എഫിഷ്യൻസി കിട്ടി. എഫിഷ്യൻസി കിട്ടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്യുമ്പോൾ 40 എന്ന് ആൻസർ കിട്ടും. അടുത്തത് ദർ ഈസ് എ കാർപ്പറ്റ് ഓഫ് ലെങ്ത് 25/2 മീറ്റർ. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. 25/2 മീറ്റർ. How many small pieces of carpet each of length 1/2 meter can be cut out of it? ഒരു വലിയ കാർപ്പറ്റ് ഉണ്ട്, അതിൻ്റെ നീളം 20 5/2 ആണ്. അങ്ങനെയാണെങ്കിൽ 4.5 മീറ്റർ വീതമുള്ള എത്ര കാർപ്പറ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി ഫുൾ വലിയ കാർപ്പറ്റിൻ്റെ നീളം ഡിവൈഡ് ബൈ എത്ര വീതമുള്ളതാണ് വേണ്ടത്, അതായത് 4.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് കാർപ്പറ്റ് കിട്ടും. അപ്പോൾ n is equal to 25/2 ഫ്രാക്ഷൻ ആക്കുമ്പോൾ 45/2 കിട്ടും. ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ 9/2 ആണ്. 45/2 ഇൻറ്റു 2/9. 2ഉം 2ഉം കട്ടായിപ്പോയി. എത്ര കിട്ടി 45/9 എന്ന് പറയുന്നത് 5. അപ്പോൾ 5 എണ്ണമാണ് ഉണ്ടാക്കാൻ കഴിയുക. അടുത്ത ക്വസ്റ്റ്യൻ. The ratio of number of females to that of male employees in a small company is 2:3. If the number of male employees in the company is 90, then the total number of employees working in the company is. ഒരു കമ്പനിയിൽ ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും റേഷ്യോ 2:3 ആണ്. ഇതിൽ മെയിൽസിൻ്റെ എണ്ണം 90 ആണെങ്കിൽ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം വെച്ചേക്കുന്നത്. അപ്പം ഫീമെയിൽ ഈസ് ടു മെയിൽ 2:3 ആണ്. അതിൽ മെയിലിൻ്റെ എണ്ണം എത്രയാ 90 ആണ്. അപ്പോൾ 3 യൂണിറ്റാണ് 90. അല്ലെങ്കിൽ 1 യൂണിറ്റ് എത്ര വരും 1 യൂണിറ്റ് ഈക്വൽ ടു 90/3 30. ടോട്ടലാണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഇനി ഫീമെയിലിൻ്റെ കണ്ടു, അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട് റേഷ്യോ തന്നെ എടുക്കുക. ടോട്ടൽ 5 യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ 1 യൂണിറ്റ് 30 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാ 30 × 5 150. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്തത് ദ സം ഓഫ് 2 numbers ഈസ് 25 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 15. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഈസ്. 2 നമ്പറുകളുടെ ആകെ തുക 25ഉം അവരുടെ ഡിഫറൻസ് 15ഉം ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ റേഷ്യോ കാണാനാണ്. ഒന്നെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ഏതാണെന്ന് ഗസ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം 2 ഇക്വേഷൻ ആക്കിയിട്ട് രണ്ടുപേരുടെയും സമ്മ് a + b = 25 ആണ്. a - b = 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2a = 40 വരും. +b - b ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എയുടെ വാല്യൂ എത്ര വന്നു എയുടെ വാല്യൂ 20 വന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 5 ആണ്. ഇതിങ്ങനെ ചെയ്യാണ്ട് ആഡ് ചെയ്യുമ്പോൾ 25 എണ്ണം, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 15 എണ്ണമെങ്കിൽ നമുക്കത് 20ഉം 25 ആണെന്ന് ഗസ് ചെയ്താലും അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇവരുടെ റേഷ്യോ എങ്ങനെ വരും 20:5. അതായത് 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4:1. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. The marks obtained by 7 students in a class in mathematics are 43, 44, 65, 41, 53, 65 and 62. Mode of the data. കുറച്ച് കുട്ടികളുടെ 7 കുട്ടികളുടെ മാത്സിൽ കിട്ടിയേക്കുന്ന മാർക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മോഡാണ് കാണേണ്ടത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റയുടെ മോഡ് എന്ന് പറയുന്നത് എന്താ, അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തേക്കുന്ന നമ്പറിനാണ് എന്തെന്ന് പറയുന്നത് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലാകെ കൂടെ 65 2 തവണ വന്നിട്ടുണ്ട്. വേറൊറ്റ നമ്പറും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ വന്നേക്കുന്നത് ആരാണ് 65. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്തത് 27% of 250 minus 0.02% of 1000 is equal to. അപ്പോൾ 27% എന്ന് പറയുമ്പോൾ 27/100 of 250 minus 0.02 divided by 100 into 1000. ഇത് എത്ര വരും 0 പോയി 5 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5
ഇവിടെ 2. അപ്പോൾ 227 × 5 എന്ന് പറയുന്നത് 135/2 വന്നു. ഇവിടെയാണെങ്കിൽ 0യും 0യും പോയി. അപ്പോൾ 0.02 × 10 എന്ന് പറയുമ്പോൾ 0.2 വരും. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 67.5 മൈനസ് 0.2 എത്രയാ? 67.3. ഓപ്ഷൻ സി. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഏരിയ ഓഫ് സർക്കിൾ ഈസ് 154 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ ആണെന്ന ഇക്വേഷൻ എന്താ? πr² ആണ്. ഇതിൽ പൈൻ്റെ വാല്യൂ 22/7 ആണ് എടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. 22/7 × r² ആണ് എത്ര? 154. 154/22 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 7 കിട്ടും. അപ്പോൾ r² = 7 × 7 ആണെങ്കിൽ r എത്രയാ? r 7 സെൻറ്റിമീറ്റർ. ഇനി സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ? 2πr ആണ്. അപ്പോൾ 2 × 22/7 × r. അപ്പോൾ 7ഉം 7ഉം കട്ടായി. 2 × 22 എന്ന് പറയുന്നത് എത്രയാ? 44. ഓപ്ഷൻ എ. അടുത്തത് ദ കപ്പാസിറ്റി ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക് ഈസ് 2376 m3. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ടാങ്ക് ഈസ് 21 മീറ്റർ ദെൻ ദ ഡെപ്ത് ഓഫ് ദ ടാങ്ക് ഈസ്. ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി, അതായത് എന്താ, അതിൻ്റെ വോളിയാണ് തന്നേക്കുന്നത് 2376 m3. റേഡിയസ് വന്നിട്ടുണ്ട് 21. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് കാണാനാണ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താ? വോളിയം = πr² ആണ്. അപ്പോൾ വോളിയം നമുക്ക് തന്നേക്കുന്നത് 2376 = 22/7 × 21 × 21 × ഡെപ്ത്ത്. ഒക്കെ ഡെപ്ത്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 വന്നു. 11 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 2 1 6. എഗെയിൻ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 108 എന്ന് വന്നു. അപ്പോൾ 22 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 108 ആയി. ഇനി ഇതിനെ 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 36. അപ്പോൾ ഡെപ്ത് എത്ര വരിക? ഡെപ്ത് = 36/21. 3 വെച്ചിട്ട് കട്ട് ചെയ്യുമെങ്കിൽ 12/7 എന്ന് വരും. 12ൽ 7 എത്ര തവണയുണ്ട്? ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. 1.71 ആയിരിക്കും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക. ഇത് ഫുൾ ചെയ്യണമെന്നില്ല, നമുക്ക് ഇതേപോലെ ചെയ്താലും മതി. അടുത്തത് പെരിമീറ്റേഴ്സ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് PQR and XYZ are 48 cm and 24 cm respectively. If XY is equal to 12 cm then PQ is. 2 സിമിലർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? 48ഉം 24ഉം. അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് XY 12 ആണെങ്കിൽ PQൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഗൻസ്, ഇപ്പോൾ സൈഡോ അല്ലെങ്കിൽ മീഡിയൻസോ പെരിമീറ്ററോ ഹൈറ്റൊക്കെ പ്രൊപ്പോർഷണൽ ആകുമ്പോഴാണ് നമുക്കിതിന് സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ വിൽ ബി ഈക്വൽ ടു ട്രയാങ്കിൾസിൻ്റെ പെരിമീറ്ററിൻ്റെ റേഷ്യോ. ഒക്കെ എഴുതാണെങ്കിൽ PQR XYZ. അപ്പോൾ സൈഡ് PQ ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഈ ട്രയാങ്കിൾ ആദ്യം എഴുതുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ന്യൂമറേറ്ററിൽ ഇതേ ട്രയാങ്കിളിൻ്റെ ഡേറ്റ തന്നെ എഴുതാം. ന്യൂമറേറ്ററിൽ XYZ എഴുതാം. ഒരെണ്ണത്തിൽ PQR ഡിനോമിനേറ്ററിൽ എഴുതി, അടുത്തതിൽ ന്യൂമറേറ്റർ എഴുതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സൈഡ്സും പെരിമീറ്ററും പ്രൊപ്പോർഷണലാണ്. PQ ഡിവൈഡഡ് ബൈ ആരാണ്? XY ഈക്വൽ ടു QR ഡിവൈഡഡ് ബൈ YZ ഈക്വൽ ടു PR ഡിവൈഡഡ് ബൈ XZ ഈക്വൽ ടു. അങ്ങനെയാണ് ആദ്യം ഏത് ട്രയാങ്കിളിൻ്റെ തന്നെ പെരിമീറ്റർ എഴുതണം. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തേക്കുന്നത് PQR ആണ്. അപ്പോൾ PQRൻ്റെ പെരിമീറ്റർ PQR ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഓഫ് XYZ. ഇതിൽ നമുക്ക് ആരുടെയൊക്കെ വാല്യൂ വന്നേക്കുന്നത്? XY തന്നിട്ടുണ്ട്, PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. PQ ഡിവൈഡ് ബൈ XY 12 ആണ് ഈക്വൽ ടു PQRൻ്റെത് 42 ഡിവൈഡഡ് ബൈ XYZൻ്റെത് 24. അപ്പോൾ 2 എന്ന് വന്നു. PQൻ്റെ ആൻസർ എത്രയാണ്? PQ എത്രയാണ് നീളം? 24 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The sum of 2 numbers is 16 and their product is 63. The sum of their reciprocal is equal to. 2 നമ്പേഴ്സിൻ്റെ സമ്മ് 16ഉം പ്രൊഡക്റ്റ് 63 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റെസിപ്രോക്കലിൻ്റെ
സം എത്രയായിരിക്കും എന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി ആണ് 16, അതേപോലെ എ ഇൻറ്റു ബി ആണ് 63. ഇനി ഇവർ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 1/എയും 1/ബിയും. 1/എ പ്ലസ് 1/ബി ആണ് കാണേണ്ടത്. ഇതെങ്ങനെ കാണുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. ഈ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എ പ്ലസ് ബി 16 ആണ്, എ ഇൻറ്റു ബി 63 ആണ്. അപ്പോൾ 16/63 ആണ് ആൻസർ വരിക. 16/63 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് എ പോൾ from a point which is 20 meter away from the foot of the pole is 45 degree. Find the height of the pole. ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ 45 ഡിഗ്രി ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഈ പോളിൻ്റെ ഫൂട്ടിൽ നിന്നും 20 മീറ്റർ ദൂരത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പോളിൻ്റെ ഹൈറ്റ് കാണാം. ഫിഗർ ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് പോള്. പോളിൽ നിന്ന് 20 മീറ്റർ അകലത്തിൽ ഒരു പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് പോളിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ്? 45 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഏതൊക്കെയാണ്? സൈന്, കോസ്, ടാന്. നമുക്കിതിൽ വേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്. തന്നിരിക്കുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും നമുക്ക് കിട്ടുന്ന ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ഏതാണ്? ടാൻ ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്, അഡ്ജസൻറ്റ് നമുക്കറിയാം. അപ്പോൾ ടാൻ 45ൻ്റെ വാല്യൂ എത്രയാണ്? ടാൻ 45 1 ആണ്. 1/1 എന്ന് എഴുതാണെങ്കിൽ 1/1 is equal to ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 20 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എത്ര വന്നു? 20 മീറ്റർ. ഓപ്പോസിറ്റ് സൈഡ് ആരായിരുന്നു? ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഹൈറ്റ് എത്ര വന്നു? 20 മീറ്റർ. ഓപ്ഷൻ ബി. അടുത്ത ദിവസത്തിലേക്ക് പോവാം. A class has 48 students. On a specific day, only 3/8 of the students were present. The number of absentees on the same day would be. ഒരു ക്ലാസ്സിൽ ടോട്ടൽ 48 സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ ഒരു ദിവസം ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 3/8 എന്തായിരുന്നു? അത്രയും കുട്ടികളായിരുന്നു പ്രസൻ്റ് ആയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആബ്സെൻ്റ് ആയ കുട്ടികൾ എത്രയാണ്? പ്രസൻ്റ് ആയവർ എത്രയാണ്? പ്രസൻ്റ് ആയവർ 3/8 ആണ്. ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? പ്രസൻറ്റ് 3/8 ആണെങ്കിൽ ആബ്സെൻ്റ് ആയവർ എത്ര വരും? ആബ്സെൻ്റ് ആയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1 - 3/8 അത്രയാ? 5/8. അപ്പോൾ ടോട്ടലിൻ്റെ 5/8 കണ്ടാൽ മതി. ടോട്ടലിൻ്റെ 5/8 എങ്ങനെ കാണും? ടോട്ടൽ സ്റ്റുഡൻസ് 48 തന്നിട്ടുണ്ട്. അപ്പോൾ 48ൻ്റെ 5/8 6 × 5 30. 30 കുട്ടികളാണ് എന്തായത്? ആബ്സെൻ്റ് ആയത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത്രയായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേ ഡേയിൽ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.